Hi friends, welcome back to our channel. പുതിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് പാസ് ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി 8ാം ക്ലാസ്സിൻ്റെ വിജയ ശതമാനം അല്ലെങ്കിൽ എത്ര പേര് തോറ്റു എത്ര പേര് ജയിച്ചു എന്നുള്ള ഒരു വിശകലനം നടത്തിയിട്ടുണ്ടായിരുന്നു. അഥവാ ഇത് ഈ വർഷം മുതൽ കൊണ്ടുവന്ന ഒരു പുതിയ മെത്തേഡാണ്. ഇതുവരെ നിലവിലുണ്ടായിരുന്നത് 8ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികളും 9ാം ക്ലാസ്സിലേക്ക് പാസ്സാവുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വർഷം മുതൽ അതിൽ മാറ്റം വരികയാണ്. ഈ വർഷം മുതൽ ഓരോ സബ്ജക്റ്റിലും 30% മാർക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടി 8ാം ക്ലാസ്സിൽ തോറ്റുപോകുന്ന അവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ 2 ലക്ഷത്തോളം കുട്ടികളാണ് ഈ വർഷം തോറ്റിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ മാർക്ക് കുറവുള്ളത് ഹിന്ദിയിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ തോറ്റ കുട്ടികൾക്ക് നമുക്ക് ആശങ്കകൾ ഉണ്ടായിരിക്കും. എന്താണ് ചെയ്യേണ്ടത്, ഈ വർഷം വീണ്ടും 8ാം ക്ലാസ്സിൽ ഇരിക്കണോ എന്താണെന്നുള്ളത്. പക്ഷേ അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീണ്ടും ഒരു റീടെസ്റ്റ് അല്ലെങ്കിൽ സേ പരീക്ഷ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നടത്തുന്നതിന് മുന്നോടിയായിട്ട് ഏപ്രിൽ 8 മുതൽ അഥവാ നാളെ മുതൽ ഏപ്രിൽ 24 വരെ ആ കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം നൽകുന്നതാണ്. അതുമാത്രമല്ല 25 മുതൽ 28 വരെ, ഈ മാസം തന്നെ ഏപ്രിൽ 25 മുതൽ 28 വരെ ആണ് എക്സാമിൻ്റെ വീണ്ടും ഒരു റീടെസ്റ്റ് എഴുതാനുള്ള അവർക്ക് ചാൻസ് എന്ന് പറയുന്നത്. റിസൾട്ട് ഏപ്രിൽ 30 പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ കൂട്ടുകാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതൊക്കെ വിഷയത്തിലാണോ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞിട്ടുള്ളത് ആ വിഷയങ്ങൾ നന്നായിട്ട് അനലൈസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക, മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാനൽ നമുക്കറിയാം ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ക്ലാസ്സുകളും എല്ലാം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആരെങ്കിലും പാസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തോറ്റിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഏതെങ്കിലും വിഷയത്തിൽ തോറ്റിട്ടുണ്ടെങ്കിൽ ആ വിഷയം നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ക്ലാസ്സുകളും അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നതാണ്. അതും കൂടെ നിങ്ങൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ജയിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവർക്കും ജയിക്കാനും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാനും ഒക്കെ കഴിയട്ടെ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.